നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി. ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ലയണൽ മെസ്സി തുറന്നങ്ങ് പറയുകയാണ്. തങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു പോരാട്ടത്തെക്കുറിച്ച്, ആ ഒരു മത്സരത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പറയുന്നു. ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി. നേരത്തെ മെസ്സി ഇത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ രണ്ടുപേരും അവരുടെ അവസാന വേൾഡ് കപ്പ് കളിക്കാൻ ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ മെസ്സിയുടെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. രണ്ടുപേരും രണ്ട് വഴിക്കാണിപ്പോൾ, രണ്ട് വ്യത്യസ്ത കോണ്ടിനെൻറ്റുകളിലാണ്. ഏതായാലും മെസ്സി പറയുന്ന വാക്കുകളിലേക്കൊന്നും അദ്ദേഹം പറയുന്നു, അത് ഒരു വല്ലാത്ത ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി ആയിരുന്നു. വാട്ട് ഹാപ്പൻഡ്, സംഭവിച്ചത് ഒരു മനോഹരമായ കളിക്കളത്തിലെ പോരാട്ടമായിരുന്നു. തീർച്ചയായിട്ടും ഈ ഫുട്ബോൾ വേൾഡിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഞാൻ ബാഴ്സലോണയിൽ, അദ്ദേഹം റയൽ മാഡ്രിഡിൽ, ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാറ്റിനും ഒരുമിച്ച് പോരടിക്കുന്നവരായിരുന്നു, കളക്റ്റീവ്ലി ആണെങ്കിലും ഇൻഡിവിജ്വലി ആണെങ്കിലും. സോ ആളുകൾ ഞങ്ങളെ കമ്പയർ ചെയ്തത് സ്വാഭാവികമല്ലേ? ഒരേ കിരീടത്തിന് വേണ്ടി, ഒരേ അവാർഡുകൾക്ക് വേണ്ടി പോരടിക്കുന്നവരെ പരസ്പരം കമ്പയർ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നല്ലതായിരുന്നു, റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു, പ്യുവർലി അത്ലറ്റിക് ആയിട്ടാണ്. കളിക്കളത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്യുവർലി അത്ലറ്റിക് ആയിട്ട് കണ്ടാൽ മതി. ദർ വാസ് നത്തിങ് പേഴ്സണൽ. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ എല്ലായ്പ്പോഴും ഒന്നും ഇങ്ങനെ കാണുന്നവരൊന്നുമല്ല. പിന്നെ മത്സരങ്ങളിൽ മാത്രം, അതുപോലെ അവാർഡ് സെറിമണീസിൽ അപ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ നല്ല ടേംസിൽ തന്നെയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ് എ ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറി എന്നാണ് അദ്ദേഹം പറയുന്നത്. മെസ്സിയുടെ വാക്കുകളിൽ വളരെ പക്വത നിറഞ്ഞ ഒരു വിശകലനമാണ് ഈ ഒരു പോരാട്ടത്തെക്കുറിച്ച് ഉണ്ടാകുന്നത്. നോക്കുക, രണ്ടുപേരും ലാലിഗയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്, രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയാണ് പോരാടുന്നത്, രണ്ടുപേരും ബാലൻ ഡിയോറിന് വേണ്ടിയാണ് പോരാടുന്നത്, രണ്ടുപേരും ഫിഫ ബേസിന് വേണ്ടിയാണ് പോരാടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്പോർട്ടിംഗ് റിവൽറി അവിടെ ഉണ്ടാവും. ആരാധകർ അവരെ പരസ്പരം കമ്പയർ ചെയ്യുകയും ചെയ്യും, അതൊക്കെ നോർമലാണ്. അതേസമയം പരസ്പരം കണ്ടുമുട്ടുന്ന ഘട്ടങ്ങൾ, അവാർഡ് സെറിമണീസിൽ, കളിക്കളത്തിലൊക്കെ കാണുന്ന സമയത്തൊക്കെ നല്ല ടേംസിൽ തന്നെയാണ്. സോ നല്ല ബന്ധം തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പോരാട്ടങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്പോർട്ടിംഗ് ആണ്, നത്തിങ് പേഴ്സണലായിട്ട് CR7 പ്രശ്നവും മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ ലിയോ മെസ്സി പറഞ്ഞു. അതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. എതിരാളിയാണ് അവനെ തകർക്കണം, അവൻ മോശക്കാരനാണ്, ഞാനാണ് ഒന്നാമൻ, അങ്ങനെയല്ല. ഇവിടെ നല്ല രൂപത്തിൽ നമ്മൾ ഒരുമിച്ച് പോരാടി, അതൊരു ബ്യൂട്ടിഫുൾ സ്പോർട്ടിംഗ് റിവൽറിയാണ്. അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നു. നത്തിങ് പേഴ്സണൽ എന്ന് പറയുന്നിടത്തുണ്ട് ലിയോ മെസ്സിയുടെ പേഴ്സണാലിറ്റി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.